അജിത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് ഇന്നൊരു വെറൈറ്റി കണ്ടന്റ് ഉണ്ട് കേട്ടോ. ഇതിനകത്ത് ആദ്യത്തെ കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മസാല ദോശ. പലവർക്കും മസാല ദോശക്കകത്ത് വെക്കുന്ന മസാല എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് അറിയാൻ വയ്യാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. ചിലവരത് അങ്ങ് ചെയ്ത് വെള്ളമൊക്കെ ആക്കിയെടുക്കും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഈ ദോശക്കകത്ത് വെക്കാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടാണ്. അപ്പൊ മസാല ദോശയുടെ റെസിപ്പി ഉണ്ട്. പിന്നെ രണ്ടാമത്തെ കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നല്ല വൃത്തിയുള്ള ഡ്രസ്സ് ധരിച്ചു കഴിഞ്ഞാൽ അതിനുണ്ടാകുന്ന നേട്ടങ്ങൾ എന്തെല്ലാമാണ്, വൃത്തികേടായിട്ട് നിൽക്കുന്നത് മൂലം ഉണ്ടാകുന്ന എന്താണ് സംഭവിക്കുന്നത്, അതേസമയം നമ്മൾ വൃത്തിയായിട്ട് നിൽക്കുന്ന മൂലം നമ്മുടെ വീട്ടിലുണ്ടാകുന്ന നേട്ടങ്ങൾ എന്തെല്ലാമാണ്, അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാർ എല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവരും എന്നെ സപ്പോർട്ടും ചെയ്യണം. അപ്പൊ നമുക്ക് ഇന്നത്തെ പുതിയ വിശേഷം എന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ആദ്യം നമുക്കിതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായി നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടട്ടെ. കടുക് പൊട്ടി. ഇനി നമുക്ക് കുറച്ച് ഉഴുന്ന് ഇട്ട് കൊടുക്കാം. ഉഴുന്ന് പരിപ്പ് കഴുകി വെച്ചിരിക്കുന്നതാണിത്. കുറച്ച് ഉഴുന്ന് ഇട്ട് കൊടുക്കാം. ഉഴുന്നൊന്ന് ചെറുതായിട്ട് ബ്രൗൺ കളറായിട്ട് വരട്ടെ. ഇത് മതി. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുത്തു. കരിവേപ്പില. ഒരു സബോള അരിഞ്ഞ് വെച്ചിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്. നമുക്കിതൊന്ന് വഴറ്റിക്കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അല്ലേ. പിന്നുണ്ടല്ലോ, ഇതിനകത്ത് ഗരം മസാലയൊക്കെ ചേർക്കുന്നവരുണ്ട്. ഞാൻ പിന്നെ ഇതിനകത്ത് ഗരം മസാലയൊന്നും ഞാൻ ചേർക്കുന്നില്ല കേട്ടോ. ഗരം മസാലയൊക്കെ ചേർക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ കളറുണ്ടല്ലോ വേറൊരു കളറായിപ്പോൾ. അതുകൊണ്ട് എനിക്കത് ഇഷ്ടമില്ല. പിന്നെ പെരിഞ്ചീരകവും ചേർക്കാം. പിന്നെ ഇതിനകത്ത് ഇഞ്ചിയൊക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് അതിൻ്റെ ഒന്നും വലിയ ആവശ്യമൊന്നുമില്ല. പിന്നെ വേണ്ടവർക്ക് ചേർത്ത് കൊടുക്കാം, അത്രയേ ഉള്ളൂ കേട്ടോ. ഇത്രയത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇപ്പോഴത്തേക്ക് നല്ല ടേസ്റ്റ് ആവും. വേണ്ടവർക്ക് പെരിഞ്ചീരകം പൊടിച്ചതും ഗരം മസാലയൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാൻ പക്ഷേ അതൊന്നും ചേർക്കുന്നില്ല. ഇഞ്ചി ചേർത്തിട്ടുണ്ട്. അത്രയൊക്കെ തന്നെ ധാരാളം കേട്ടോ. പിന്നെ ചിലവർ ചേർക്കുന്നവരുണ്ട്. എനിക്കത് ഗരം മസാല ചേർക്കുമ്പോഴത്തേക്ക് ഒരു വല്ലാത്ത കളറായിപ്പോൾ. അപ്പോൾ ഒരു ഭംഗി കിട്ടത്തില്ല അതിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് ഞാനത് ചേർക്കുന്നില്ല. പെരിഞ്ചീരകം ചേർക്കാം കേട്ടോ, അത് കുഴപ്പമില്ല. പെരിഞ്ചീരകം എൻ്റെ അടുത്തുണ്ട്. അതിലൊന്ന് പൊടിച്ച് ചേർക്കാം. അപ്പോൾ ഇതൊന്ന് വാടി വരട്ടെ. അപ്പോൾ ഇത് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു തുള്ളി, ഒരു കുറച്ച് കേട്ടോ, ഒരുപാടല്ല, ഒരു ശകലം വെള്ളം കൂടെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു.
ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിനകത്തോട് ശകലം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. ഒരുപാട് ഒഴിച്ച് കൊടുക്കല്ലേ, ഇതുപോലെ ഒഴിച്ച് കൊടുക്കാമല്ലോ കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സായി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. കണ്ടോ? ഇത് ഞാൻ ഉരുളക്കിഴങ്ങ് ഇവിടെ കുക്കറിലിട്ടിട്ട് ഒന്നായിട്ടിട്ടിട്ട് പുഴുങ്ങി തൊലിയൊക്കെ കളഞ്ഞിട്ട് പൊടിച്ച് വെച്ചിരിക്കുന്നതാണിത്. ഇനി നമുക്കിത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്തു. ഇനി ഇതിപ്പം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ക്യാരറ്റും ഒക്കെ ചേർക്കാം കേട്ടോ. ഇളക്കിയിട്ട് കാണിച്ചു തരാവേ. അപ്പം മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്കുണ്ടല്ലോ കുറച്ച് ചമ്മന്തി അരയ്ക്കാം. ചമ്മന്തിയൊക്കെ റെഡി ആയി കഴിഞ്ഞതിന് ശേഷം മാത്രം നമുക്ക് ദോശ ഉണ്ടാക്കിയാൽ മതിയല്ലോ. നമുക്ക് ചമ്മന്തി അരയ്ക്കാം. ചമ്മന്തിക്ക് ഞാൻ കുറച്ച് ഉള്ളി 2 പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ശകലം ഇഞ്ചി എടുത്തുകൊണ്ട് വരാം. ഇഞ്ചി തേങ്ങയൊക്കെ എടുത്തിട്ട് വന്നിട്ട് നമുക്കിത് അരയ്ക്കാം. അപ്പം നമ്മുടെ മസാല ദോശയ്ക്കുള്ള ചമ്മന്തിയും റെഡിയായി. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാം. അപ്പം നമ്മൾ മാവ് കഴിഞ്ഞ ദിവസം അരച്ച് വെച്ച മാവാണ്. ഞാൻ ആവശ്യത്തിന് മാത്രമേ എടുത്തിട്ടുള്ളൂ. കുറച്ച് മാവ് നമുക്ക് മതിയല്ലോ. അപ്പോൾ അതനുസരിച്ച് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കല്ലിലേക്ക് ഒഴിച്ചു കൊടുക്കാവേ. കല്ലൊക്കെ വെച്ചു. കല്ലൊക്കെ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടങ്ങ് പരത്തി കൊടുക്കുക. കല്ല് ഭയങ്കരമായിട്ട് ചൂടായി കഴിഞ്ഞാൽ നമുക്കിത് മാതിരി പരത്താൻ പറ്റത്തില്ല. അപ്പം നമ്മൾ ഭയങ്കരമായിട്ട് കല്ല് ചൂടാകാൻ പാടില്ല കേട്ടോ. അതനുസരിച്ച് നിങ്ങൾക്കറിയാമല്ലോ, അതനുസരിച്ച് ചെയ്യുക. പിന്നെ ഇതിനകത്തേക്ക് നമുക്ക് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് മസാല വയ്ക്കാം. പക്ഷേ ഇപ്പം ഞാൻ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നില്ല. എനിക്ക് നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇതൊന്ന് ശരിക്കും നന്നായിട്ട് മൊരിഞ്ഞതിന് ശേഷം നമുക്ക് മസാല വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതിനകത്ത് മസാല വെച്ച് കൊടുക്കാം. കണ്ട അതുപോലെ മസാല വെച്ച് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിന് വെച്ച് കൊടുക്കുക കേട്ടോ. ഞാനിപ്പം കുറച്ചേ വെച്ച് കൊടുത്തിട്ടുള്ളൂ. കണ്ട ഇനി നമുക്കിത് മടക്കാം. മസാല വെച്ച് മടക്കിയെടുത്തു. നമുക്കിത് പ്ലേറ്റിലേക്ക് വെക്കാം. കണ്ട നല്ല ടേസ്റ്റുള്ള മസാല ദോശ റെഡി. കണ്ട അപ്പോൾ ഇവിടെ മസാല ദോശ, ചമ്മന്തി, ഇത് നമ്മുടെ മുളകാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ മുളക്. സാമ്പാർ ഞാൻ വെച്ചില്ല കേട്ടോ. എല്ലാം കൂടെ വേണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഇത്രയൊക്കെ ഉണ്ടാക്കി. അപ്പോൾ മസാല ദോശയൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ കഴിക്കട്ടെ. നമ്മൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ എല്ലാം ഉള്ളിൽ ഒരു ധാരണയുണ്ട്. നമുക്ക് വേറെ പണിയൊന്നുമില്ലേ, നമുക്ക് എന്തെല്ലാം ജോലി കിടക്കുന്നു, അതിനിടയ്ക്കാണ് നല്ല വൃത്തിയുള്ള ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ അടുക്കളയിൽ പാത്രം കഴുകും ഒക്കെയല്ലേ പരിപാടി. കറി വെക്കണം, ചോറ് വെക്കണം, 100 കൂട്ടം പരിപാടികളുണ്ട്. അപ്പൊ അതിനിടയ്ക്ക് നല്ല വൃത്തിയായിട്ട് വേഷമൊക്കെ ധരിച്ചു കഴിഞ്ഞാൽ ഈ പാത്രമൊക്കെ കഴുകുമ്പോഴത്തേക്കുള്ള അതിലെ കരിയും ചെളിയും എല്ലാം നമ്മുടെ വസ്ത്രത്തിലേക്ക് വരണം. അതുകൊണ്ട് വേണ്ട, വേറെ പണിയൊന്നുമില്ല, ഇതൊക്കെ തന്നെ ഇട്ടാൽ മതി എന്ന് വിചാരിക്കുന്ന ഒരുപാട് വീട്ടമ്മമാരുണ്ട്. പക്ഷേ ഞാൻ പറയുവാണ്, എല്ലാവരോടും ഞാൻ പറയുവാണ്, നിങ്ങളുടെ ഉള്ളിൽ അങ്ങനെയുള്ള ഒരു ധാരണ ഉണ്ടെങ്കിൽ അത് വേണ്ട കേട്ടോ. അത് അങ്ങനെ ചെയ്യുന്ന മൂലം നമുക്ക് നെഗറ്റീവ് എനർജിയെ കിട്ടുള്ളൂ. മനസ്സിലായോ? നമ്മുടെ വീട്ടില് ഞാൻ ഉൾപ്പെടെ ഉള്ള സ്ത്രീ അല്ലെങ്കിൽ വീട്ടമ്മമാർ, സ്ത്രീകളും വീട്ടമ്മമാരും എല്ലാം ഒന്ന് തന്നെ ഇതിൽ ഞാൻ പറയുവാണ്. അങ്ങനെ പറഞ്ഞതിന് കാരണം, ജോലിക്ക് പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കുഴപ്പമില്ല, അവർ രാവിലെ കുടിച്ചൊരുങ്ങി അവർ ജോലിക്ക് പോകും. നമ്മുടെ വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്താ ചെയ്യുന്നത്? തലേ ദിവസം വൈകിട്ടിട്ട ഡ്രസ്സോട് കൂടി തന്നെ ആയിരിക്കും രാവിലത്തെ ജോലി ഫുള്ള് കഴിയുന്നത്, അല്ലേ? അങ്ങനെയുണ്ട്.
അപ്പം എന്താ അങ്ങനെ നിൽക്കുന്നത് മൂലം നമ്മുടെ വീട്ടിലൊക്കെ പ്രത്യേകിച്ച് ഒരാൾ കയറി വരുമ്പോൾ അയ്യോ അവരുടെ ഡ്രസ്സ് ഇരിക്കുന്ന കണ്ടാൽ മതി, അവിടുന്ന് ഒരു തുള്ളി വെള്ളം കുടിക്കാനായിട്ട് തോന്നില്ല എന്ന് എല്ലാവരും പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? അപ്പം മിക്കവരും ഈ മടി മൂലമാണ്, ഓ ഞാൻ എന്തിനാ ഒരുങ്ങി നിൽക്കുന്നത്, ഞാൻ ആരെ കാണിക്കാനാണ് ഒരുങ്ങി നിൽക്കുന്നത് എന്നുള്ള ഒരു മനോഭാവമാണ് നമ്മുടെ വീട്ടമ്മമാരുടെ മനസ്സിലുണ്ടാകുന്നത്. അപ്പം നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ നോക്കണം. ഭർത്താവിൻ്റെ കാര്യം നോക്കണം, മക്കളുടെ കാര്യം നോക്കണം, ഭർത്താവിന് ജോലിക്ക് പോകുമ്പോഴത്തേക്ക് ഫുഡ് എടുത്തു കൊടുക്കണം, മക്കൾക്കാണെങ്കിൽ സ്കൂളിൽ പോകുമ്പോഴത്തേക്ക് ഫുഡ് റെഡിയാക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ നമ്മളെ തന്നെ മറന്നു പോവുകയാണ് ചെയ്യുന്നത്. നമുക്ക് വേണ്ടി നമ്മൾ ജീവിക്കാറില്ല. പക്ഷേ നമ്മൾക്ക് വേണ്ടിയും കൂടെ നമ്മൾ ജീവിച്ചു നോക്കുക. ശരിക്കും നമ്മൾ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് നമ്മൾ നല്ല നീറ്റുള്ള ഒരു വസ്ത്രമൊക്കെ ധരിച്ചു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ശരിക്കും കണ്ണാടിയിൽ പോയി നിൽക്കുമ്പോൾ നമുക്കൊരു അഭിമാനം തോന്നുകയാണ് ചെയ്യുന്നത് അല്ലേ? നമുക്ക് ശരിക്കും ഒരു അഭിമാനം തോന്നും. നമ്മൾ ധരിച്ചിരിക്കുന്ന ഡ്രസ്സ് നല്ല നീറ്റായിട്ടുണ്ടല്ലോ, ആരെങ്കിലും ഇപ്പം കയറി വന്നാലും കുഴപ്പമില്ല, നല്ല രീതിയിലാണ് നമ്മൾ നിൽക്കുന്നത് എന്നൊക്കെയുള്ളൊരു തോന്നൽ നമ്മുടെ മനസ്സിൽ പോസിറ്റീവ് എനർജി കിട്ടും. അതുമൂലം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരുങ്ങി നല്ല വൃത്തിയായിട്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ലക്ഷ്മി ദേവി നമ്മുടെ വീട്ടിൽ വരുമ്പോഴുള്ള ഐശ്വര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. ഞാനത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അപ്പൊ നമ്മൾ നല്ല രീതിയിൽ ഒരുങ്ങി നിൽക്കണം. നല്ല വൃത്തിയുള്ള ഒരു ചുരിദാറോ അല്ലെങ്കിൽ ഒരു സാരിയോ, സാരി ഇപ്പൊ വീട്ടിൽ ഉടുത്ത് നിൽക്കാൻ പറ്റുന്ന കാര്യമല്ല നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ നല്ല വൃത്തിയുള്ള ചുരിദാറോ വൃത്തിയുള്ള ഡ്രസ്സൊക്കെ ധരിച്ച് നിന്ന് കഴിഞ്ഞാൽ എന്ത് ഭംഗിയല്ലേ? അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലും അതുപോലെ നമ്മൾ എവിടെയെങ്കിലും ഒക്കെ പോകുന്നു, ഇപ്പൊ നമ്മളൊരു റിസപ്ഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ഹൗസ് വാമിങ് ആയിക്കോട്ടെ, എന്തെങ്കിലും ആയിക്കോട്ടെ, നമ്മൾ അത്രയും ആളുകളുടെ ഇടയിൽ നമ്മൾ വൃത്തിയില്ലാത്ത ഒരു ഡ്രസ്സ് ധരിച്ച് അവിടെ ചെല്ലുമ്പോഴത്തേക്കും ആൾക്കാരെല്ലാം നമ്മളെ ശ്രദ്ധിക്കും ഇല്ലേ? ശ്രദ്ധിക്കപ്പെടത്തില്ലേ? ഓ ഇവളിട്ടിരിക്കുന്ന ഡ്രസ്സ് കണ്ടാൽ മതി, ഇവക്ക് ആ ഡ്രസ്സ് ഒന്ന് നനച്ചിട്ടിട്ടൂടെ എന്ന് വിചാരിക്കുക. അതേസമയം നമ്മളെ അപ്പം ആരും മൈൻഡ് ചെയ്യത്തില്ല. എല്ലാവരും ഇങ്ങനെ അടക്കം പറയും, ഇവളുടെ ഡ്രസ്സ് കണ്ടേച്ചാലും മതി എന്ന് പറയും. അതേസമയം നമ്മൾ നല്ല നീറ്റായിട്ട് നല്ല ഭംഗിയായിട്ട് ഒരു സാരിയോ ഒരു ചുരിദാറോ ഒക്കെ ഇട്ടൊക്കെ അങ്ങനെയുള്ള അവിടെയൊക്കെ ചെല്ലുമ്പോഴത്തേക്കും നമുക്ക് ഒരു ബഹുമാനം തരിക ചെയ്യുന്നത്. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡ്രസ്സ് എല്ലാവരും കാണിക്കാനല്ല നമ്മൾ ഇട്ടുകൊണ്ട് നടക്കുന്നത്. പകരം നമുക്ക് നല്ല ഡ്രസ്സ് ധരിക്കുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ് അതിൽ നിന്നുണ്ടാകുന്നത്. നമ്മൾ എവിടെയെങ്കിലും ഒക്കെ ചെല്ലുമ്പോഴും നമ്മൾ ഡ്രസ്സിങ്ങിൽ കൂടെ നമ്മളെ ബഹുമാനിക്കുകയും ചെയ്യും. ശരിയല്ല ഞാൻ പറഞ്ഞത്? നിങ്ങൾക്ക് അങ്ങനെ എപ്പോഴെങ്കിലും ഒരു അനുഭവം തോന്നിയിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോയുടെ താഴെ വന്നിട്ട് ഒരു കമന്റ് ഇടുക. നമ്മൾ വൃത്തികെട്ട ഡ്രസ്സ് ധരിച്ച് എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നുള്ള ആ നാണക്കേടും നമ്മളെ ഒരുമാതിരി എന്താ പറയുക തരം താഴ്ത്തി സംസാരിച്ച രീതിയിൽ എന്തെങ്കിലും ഒരു അനുഭവം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതെൻ്റെ വീഡിയോയുടെ താഴെ വന്ന് കമന്റ് ചെയ്യുക. ആരും മടിക്കണ്ട കേട്ടോ. അപ്പൊ എൻ്റെ ഒരു അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും നമ്മൾ വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളമാണ് ഞാൻ കൂടുതൽ പറയുന്നത്. അപ്പൊ എല്ലാവരും തന്നെ രാവിലെ കുളിച്ചൊരുങ്ങി വൃത്തിയായിട്ട് നിൽക്കാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ജോലിയെല്ലാം പെട്ടെന്ന് ചെയ്യാനായിട്ടുള്ളൊരു മാനസിക അവസ്ഥ ഉണ്ടാകും. അതേസമയം നമ്മൾ കുളിക്കാതെയും വൃത്തിയില്ലാത്ത ഡ്രസ്സും ഒക്കെ ധരിച്ചിരുന്ന ജോലി എനിക്കിനി വയ്യ, എന്തെല്ലാം ചെയ്യണം, എന്തേലും ചെയ്ത് ഒപ്പിക്കാം എന്നുള്ളൊരു മാനസികാവസ്ഥ നമുക്കുണ്ടാകും. ഇപ്പം നമ്മൾ കുളിച്ച് ഫ്രഷ് ആയിട്ടൊക്കെ നിൽക്കുമ്പോഴത്തേക്ക് നമുക്ക് ചിലയിടത്ത് ചെല്ലുമ്പോൾ കാണാം നേരം വെളുത്ത് കുളിക്കത്തുമില്ല, ഒന്നുമില്ല. ഈ പറഞ്ഞ പോലെ അതിൻ്റെ തലേദിവസത്തെ ഒക്കെ ഇട്ടിരുന്ന നൈറ്റി ആയിട്ട് നിൽക്കുന്ന കാണാം. രണ്ട് സൈഡിലും ചെളിയും കറിയും നമ്മൾ പാത്രം കഴുകുന്നു എല്ലാം ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചിട്ട് നിൽക്കുന്നവര് ഇഷ്ടമാതിരി ആൾക്കാരുണ്ട്. എനിക്ക് കറക്റ്റായിട്ട് അറിയാവുന്നവരും ഉണ്ട് കുറേ പേര്. പക്ഷെ ദയവ് ചെയ്ത് നിങ്ങൾ അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ 3 പേരും ആ കാര്യം എനിക്കറിയത്തുള്ളൂ. ഞാനും എൻ്റെ 2 അനിയത്തിമാരും എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കാണുന്നതല്ല ഞങ്ങളുടെ വീഡിയോയിലല്ല, എല്ലാം ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെളുപ്പിനെ എഴുന്നേറ്റ് കുളിക്കുമെന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ. രാവിലെ എഴുന്നേറ്റ് കുളിച്ച് നമ്മൾ ഡ്രസ്സൊക്കെ മാറി ഞങ്ങൾ 3 പേരും നല്ല സുന്ദരികളായി നിന്നതിന് ശേഷമാണ് നമ്മുടെ പരിപാടിയൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഇപ്പൊ നിങ്ങൾ പറയുമായിരിക്കും, ഇല്ല അത് വീഡിയോ പിടിക്കാനുള്ളതുകൊണ്ടാണ് നിങ്ങൾ രാവിലെ കുളിച്ച് സുന്ദരിയായിട്ട് നിൽക്കുന്നത്. ഒരിക്കലുമല്ല.
ഞങ്ങൾ കൊച്ചിലേ തൊട്ടേ ഞങ്ങൾ ശീലിച്ച ശീലമാണ് ഇവിടം വരെയും ഞങ്ങൾ ശീലിച്ചു പോന്നിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ ഉള്ളവരൊക്കെ എന്നോട് ചിലപ്പോൾ ചോദിക്കാറുണ്ട്, എവിടെ പോവുക അല്ലെങ്കിൽ എവിടെ പോയിട്ട് വന്നതാണ് എന്ന് ചോദിക്കാറുണ്ട്. എന്തുകൊണ്ടാണത്? നമ്മൾ ഡ്രസ്സ് നല്ല നീറ്റായിട്ട് ധരിച്ച് നിൽക്കുന്നോണ്ടാണ് എല്ലാവരും ചോദിക്കുന്നത്, എവിടെയെങ്കിലും പോകാൻ ഒരുങ്ങി നിൽക്കുവാണോ അതോ പോയിട്ട് വന്നതാണോ എന്ന്. അല്ല, നമ്മൾ എപ്പോഴും നീറ്റായിട്ട് നിൽക്കും. അപ്പൊ നമുക്ക് പെട്ടെന്നൊരു അത്യാവശ്യം ഉണ്ടായാലും, ഇപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് പെട്ടെന്നൊരു അത്യാവശ്യം ഉണ്ടായാലും നമ്മൾ വണ്ടി എടുത്തു പോയി, നമുക്ക് പെട്ടെന്ന് ഡ്രസ്സ് മാറുന്നതിനുള്ള സമയം കളയേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ എപ്പോഴും നല്ല നീറ്റായിട്ടാണ് നിൽക്കുന്നത്. നമ്മൾ എപ്പോഴും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിൽക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ വീട്ടിലോട്ട് ആരെങ്കിലും കയറി വന്നാലും ഒരു ഗ്ലാസ് വെള്ളം നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ച് കുടിക്കണം. അല്ലെങ്കിൽ അത് അവർ കുടിച്ചു, അവർക്ക് ആ തൃപ്തി കിട്ടണമെങ്കിൽ നമ്മുടെ ഡ്രസ്സ് കണ്ടു കഴിഞ്ഞാൽ അവർക്കൊരു പോസിറ്റീവ് എനർജിയാണ് ഉണ്ടാകുന്നത്. നമുക്ക് തന്നെ അത് കിട്ടും. അപ്പൊ നമ്മൾ ഈ നല്ല ഡ്രസ്സ് ധരിച്ച് നിൽക്കുന്നത് മൂലം എന്താ സംഭവിക്കുന്നത്? നമ്മുടെ വീട്ടില് ഐശ്വര്യവും സമാധാനവും സമ്പത്തും ഒക്കെ ഉണ്ടാകും. എന്തുകൊണ്ടാണ്? പോസിറ്റീവ് എനർജി കിട്ടുന്നതുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അപ്പൊ കൂട്ടുകാരെ, നിങ്ങൾ ആരെങ്കിലും ഈ പറഞ്ഞ പോലെ വൃത്തികേടായിട്ടുള്ള ഡ്രസ്സ്, അതായത് വൃത്തിയില്ലാത്ത ഡ്രസ്സ് ധരിച്ചുകൊണ്ട് നിൽക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർ നല്ല നീറ്റായിട്ട് നിൽക്കാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ അങ്ങനെ നീറ്റായിട്ട് നിൽക്കുന്ന മൂലം നിങ്ങളുടെ വീട്ടിന്റെ സ്ഥിതി തന്നെ മാറി വരും. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ നിങ്ങൾ എല്ലാവരും അങ്ങനെ നീറ്റായിട്ട് നിൽക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നമ്മളിക്കോ വേറെ പണിയൊന്നുമില്ല ഇങ്ങനെ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് വീട്ടിൽ നിൽക്കുക, അങ്ങനെയുള്ള ഒരു ചിന്താഗതി വേണ്ട. നമ്മൾ നല്ല ഡ്രസ്സ് ധരിക്കുന്ന പോലും നമ്മുടെ ചേട്ടനുണ്ടല്ലോ, നമ്മുടെ ഭർത്താവിന് നമ്മളോട് കൂടുതൽ ഒരു ബഹുമാനവും സ്നേഹവും ഒക്കെ തോന്നും. ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിക്കേ എങ്ങനെയുണ്ട് ഞാൻ പറയുന്നത് എങ്ങനെയുണ്ടെന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു. നമ്മൾ ചീഞ്ഞഴിഞ്ഞ വസ്ത്രമൊക്കെ ഇട്ടോണ്ട് നിന്നാൽ അവർക്ക് നമ്മളോട് ഒരു ഇത് വരത്തില്ല. എന്താ പറയുന്നത്? എന്റെ ഭാര്യയെ കണ്ടുവച്ചാലും മതി, അവള് നിൽക്കുന്നുണ്ട്, അവളെ ഡ്രസ്സ് കണ്ടുവച്ചാലും മതി എന്ന് ഒരു പ്രാവശ്യമെങ്കിലും നേരെ പറയാൻ ചിലപ്പോൾ ഇവർക്ക് നമ്മളോട് പറയാൻ പേടിയായിരിക്കും. നമ്മുടെ ആയിരിക്കുന്നത് നല്ലത് കേൾക്കുമെന്നറിയാലേ. നമ്മൾ എന്ത് പറയുന്നത്? പിന്നെ ഈ ജോലിക്കടയിലല്ലേ ഒരുങ്ങി നിൽക്കാൻ പോകുന്നത്. ഇതാണ് നമ്മൾ പറയുന്നത്. എല്ലാവർക്കും ജോലി ഇല്ലാത്തവരായിട്ട് ആരും ഇല്ല. പെണ്ണാണോ ജോലി ചെയ്തേ പറ്റൂ. പ്രത്യേകിച്ച് വീട്ടമ്മമാരാണെങ്കിൽ അവർക്ക് ഇരിക്കാൻ പോലും സമയമില്ലാത്ത ജോലിയാണ്. എല്ലാരും പറയും എന്ത് ജോലിയെ ഇവിടെ കാണാനൊന്നും ഇല്ലല്ലോ എന്ന് പറയും. പക്ഷേ അതൊന്നും ഇങ്ങനെ പറയുന്നവർക്ക് ഒരു ദിവസം ഈ അടുക്കളയൊന്ന് വിട്ടുകൊടുക്കണം കേട്ടോ സഹോദരിമാരെ. ഞാൻ പറയുന്ന കേൾക്കുക. എന്നിട്ട് ചോദിക്കണം, എന്താ ജോലി, ഇപ്പൊ മനസ്സിലായോ എന്ന് ചോദിക്കണം. അപ്പൊ ഞാൻ എപ്പോഴും പറയുന്നു, നല്ല നീറ്റായിട്ട് നിൽക്കുക. നീറ്റായിട്ട് നിന്നാൽ മാത്രമേ നമ്മുടെ കെട്ടിയവനാണെങ്കിലും നമ്മളിൽ ഒരു ബഹുമാനവും ഒരു സ്നേഹവും ഒരു അട്രാക്ഷനും ഒക്കെ തോന്നിക്കത്തുള്ളൂ. മനസ്സിലായല്ലോ എല്ലാവർക്കും? അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ടുള്ളത്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണേ. വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് ലൈക്കും കമന്റും ഷെയറും ഒക്കെ ചെയ്യുക. പുതുതായി ചാനൽ കാണുന്നവർ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. അപ്പൊ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബൈ.